സാർ ഇപ്പോൾ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരു വാർത്ത ഞാൻ ഈ അടുത്ത് കണ്ടിട്ടായിരുന്നു. ശരിക്കും വാട്ട് മേഡ് യു ജംപ് ഫ്രം ഡാറ്റ ടു ഡ്രാമ? ഈ രണ്ട് സ്ഥലത്തും ക്രിയേറ്റിവിറ്റി ആണ്. ഇവിടെ ഞങ്ങളൊരു ക്രിയേറ്റീവ് കമ്പനിയാണ്, അതുകൊണ്ട് നാച്ചുറലി ദാറ്റ് ഇസ് എ സ്പേസ്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് സിനിമയോടൊന്നും അങ്ങനെ ഒരു താല്പര്യമുള്ള ആളല്ല. അതെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കക്ഷി ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം നോക്കാമെന്ന് വിചാരിച്ചു, പിന്നെ ഒരു സമയത്ത് അത് വേണ്ടാന്ന് വിചാരിച്ചു, പിന്നെ അവസാനം അങ്ങനെ ആയി. അപ്പോൾ ഞാൻ വെച്ചാൽ പിന്നെ ആയിക്കോട്ടെ. പിന്നെ ഞാൻ നേരത്തെ എഗെയിൻ പറഞ്ഞ പോലെ ഒരു സാധനത്തിൽ കയറി ഞാൻ അങ്ങേയറ്റത്ത് വരെ പോകണം, നെല്ലിപ്പല വരെ കണ്ടിട്ട് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാക്കി. അങ്ങനെ ഒരു പടം നോക്കിയിട്ട് അത് നന്നാവത്തില്ല എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു പടം വന്നു. അപ്പോൾ അങ്ങനെ രണ്ട് പടം. അത് ബോബി സഞ്ജയുടെ സഞ്ജയ് ഇല്ലേ, ഐ ഓൺലി നോ ഹിം. അപ്പോൾ ആ മനുഷ്യൻ ഭയങ്കര റിവോൾഡ് മനുഷ്യനാണ്. എനിക്ക് ആ സംസാരത്തിൽ നിന്ന് എനിക്കങ്ങനെ തോന്നിയത്. അപ്പോൾ ഐ ഫെൽ ദർ ഇസ് ഇറ്റ്സ് എ സ്പിരിച്വൽ ഒരു കോയിൻസിഡൻസ് അങ്ങനത്തെ എനിക്ക് തോന്നിയത്. മോർ ദാൻ ബിസിനസ്, മോർ ദാൻ എനിത്തിങ് എൽസ്, ഇറ്റ് സപ്പോസ് ടു ബി ഹാപ്പനിങ് എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് അതിലെത്തിപ്പെട്ടത്. അല്ലാതെ ഒരു സിനിമ ലോകത്തിനെ നന്നാക്കാമെന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് വെട്ടിപ്പിടിച്ചതിനൊന്നും വലിയ കോടികൾ ഉണ്ടാക്കും ഇതൊന്നുമല്ല. ഇത് ഇങ്ങനെ ഒരു സാധനം വന്നപ്പോൾ അങ്ങനെ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.